ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം ഇതിൻ്റെ അകത്തൊരു പെങ്കൊച്ചിനെ കാണിക്കുന്നുണ്ട്. ഒന്ന് കാണണേ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ. പിന്നെ മായ എന്നോട് ചോദിച്ചായിരുന്നു പിച്ചാത്തി വാത്തല കൂട്ടുന്ന അതിന് എത്ര രൂപയാണ്. അത് അതിനകത്ത് കിടക്കുന്നത് 999 പക്ഷെ നമുക്ക് 199 അത്രയ്ക്കെങ്ങാണ്ട കിട്ടിയത്. പക്ഷേ ഞങ്ങൾ ചൈന പിച്ചാത്തി ഉണ്ടല്ലോ, അത് ഞാൻ ഷാർപ്പ് ചെയ്ത് വാത്തല കൂട്ടിയിട്ടാണോന്ന് അറിയത്തില്ല. നോക്കിയിട്ട് എനിക്ക് അതിന് അത്ര അങ്ങോട്ട് വാത്തല, ബാക്കി ഞാൻ യൂസ് ചെയ്യുന്നതിനൊക്കെ വാത്തല ചെയ്യുന്നതനുസരിച്ച് നല്ല വാത്തലയുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോയിലും പോൾമോൻ എന്നൊരു ഒണിയൻ ബജിയ ഉണ്ടാക്കിയില്ലേ, അതുണ്ടാക്കിയിട്ട് ഒരു ആൻറ്റി ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ റിൻറ്റു കഴിഞ്ഞ ദിവസം പറഞ്ഞു, ചേച്ചി ചൂര വാങ്ങിച്ച കണ്ടിട്ട് ഞാനും പോയി. അവൾ ഗൾഫ് കൺട്രിയിലാണ് പോയി കുറേ മീൻ വാങ്ങിച്ച്, കേര പിന്നെന്ത് പറയുന്ന അയല, അങ്ങനെ കുറേ മീൻ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ കൂട്ടിയെന്ന്. എന്തോടെ ചീറ്റുന്ന മൂക്ക്, ഇവൻ്റെ മൂക്കടഞ്ഞിരിക്കുന്നു അല്ലെ, പന്നീര് ചീറ്റുന്നില്ല, പടക്കം പൊട്ടിയിരു. പിന്നെ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോയി. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വന്ന് പറയാം കേട്ടോ. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നാട്ടിലുള്ളവർക്കല്ല, ഈ ബോംബെയിലൊക്കെ ഉള്ളവർക്ക്, നാട്ടിലുള്ളവർക്ക് നാട്ടിൽ നിന്ന്, ഞാനിപ്പോൾ നാട്ടിൽ നിന്നാണ് ഇങ്ങോട്ടത് കൊണ്ടുവരാൻ ഇരിക്കുന്നത്. തേൻ, ഈ പെട്ടി വെക്കുന്നത് ചെറിയ തേനല്ല, വൻതേൻ. അത് ആർക്കെങ്കിലും നമ്മുടെ മുമ്പിൽ അങ്ങനെയുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഞാൻ ഓർഡർ എടുത്തതിന് ശേഷമേ ഞാൻ നാട്ടിൽ പറഞ്ഞ് വാങ്ങിക്കത്തുള്ളൂ. കാരണം എനിക്കും അവിടുന്ന് ഒരു കിലോയ്ക്ക് ഇത്ര രൂപ എന്നൊക്കെ ഉണ്ടല്ലേ, കൊറിയർ ചെയ്ത് വാങ്ങിച്ചിട്ട് കാരണം കഴിഞ്ഞ ദിവസം എന്നോട് ഒരാളിങ്ങനെ ചോദിച്ച്, ഞാൻ വേറെ വല്ലതുമൊക്കെ ഇങ്ങനെ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നുണ്ടോയെന്ന്, അച്ചാറല്ലാതെ. അപ്പോൾ ഞാൻ അന്നേരം തേനും ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇന്നാളിലും ഇങ്ങനെ തേൻ്റെ കാര്യം ചോദിച്ചാൽ അപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഞാൻ അന്നേരം നാട്ടിൽ തിരക്കിയപ്പോഴും അവർ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് അയച്ചു. അപ്പോൾ ഓർഡർ എടുത്തതിന് ശേഷം ഞാൻ പിന്നെ വെറുതെ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവച്ചിട്ട് എനിക്കത്, കാരണം നമ്മുടെ കയ്യിലുള്ള സാധനമല്ലല്ലേ, അത് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയേ. ഓക്കെ. അതിൽ വില വിവരം പറയാം കേട്ടോ. രാവിലെ അന്നേരം ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലെ മാവ് അരച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഈ മാവ് അരച്ച് വെക്കുന്നതിൻ്റെ അന്നാകുമ്പം നമുക്കൊരു ടെൻഷനും ഇല്ല. എനിക്കെന്നല്ല, മറ്റുള്ളവർക്കും ഒരു ടെൻഷൻ കാണത്തില്ല. പെട്ടെന്ന് ഉണ്ടാക്കാം, ഒരു ചമ്മന്തിയോ കടലക്കറിയോ എന്തെങ്കിലും ആണെങ്കിൽ. അപ്പം ഞാൻ ഇച്ചിരി സെപ്പറേറ്റ് ഞാൻ മില്ലറ്റ് പൊടി ചേർത്ത് കലക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇഡലി ഉണ്ടാക്കാമെന്ന് വെച്ച്, ഇഡലി ആകുമ്പോൾ ഞാൻ ഇവർക്ക് മസാല ഇഡലിയാണ് ഉണ്ടാക്കി കൊടുക്കും. കൂടുതൽ ഞാൻ അതാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഈ മസാല ഇഡലി കൊണ്ടുപോകും. പ്രൈസമ്മോൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, എന്തോടാ അവൻ്റെ പേര്, മോഹിത്. നിൻ്റെ ഇതിഷ്ടമാണെന്ന് പറഞ്ഞേ, മോഹിത്. അവൻ്റെ സർനെയിം എന്തോ, രാജ്പുത്ത്, രാജസ്ഥാനിയാണ്. രാജസ്ഥാൻ അവിടെ കണ്ടല്ലോ. അപ്പോൾ ഈ കൊച്ചന് എന്നും ചപ്പാത്തിയും സബ്ജി, എന്തെങ്കിലും സബ്ജി ആയിരിക്കും. അത് അവൻ തിന്നത്തില്ലത്, കൊണ്ടുവരുന്നത് അവൻ തിന്നത്തില്ല. ഇവൻ്റേത് അവന് ഭയങ്കര ഇഷ്ടം. എന്തോ ഉണ്ട്. എന്നാലും ഇവനോട് പറയുന്നതാണ്, നിൻ്റെ മമ്മി നിനക്ക് എന്ത് ഓരോ വെറൈറ്റി അട ഉണ്ടാക്കി തരുന്നത്, ഞാൻ ഇന്ന് എന്നിട്ട് അത് തിരിച്ചു കൊണ്ടുപോകും. അതോ വേറെ പിള്ളേർക്ക് അങ്ങനെ കൊടുക്കുമോ? അപ്പം ഞാൻ ഇന്ന് മസാല ഇഡലി ഉണ്ടാക്കിയുണ്ടേ, ഒരു കൊച്ചൊരു ഡബ്ബയ്ക്കകത്ത് ഇട്ട് അതിന് സെപ്പറേറ്റ് അതിനോട് കൊടുത്ത് വിട്ട്. അപ്പോൾ ഈ പിള്ളേരൊക്കെ രാജസ്ഥാനി ആണെങ്കിൽ അവർ നോൺ വെജ് മുട്ട പോലും ഉപയോഗിക്കത്തില്ല. പക്ഷേ ഈ കൊച്ച് ഇവൻ്റെ കയ്യിൽ നിന്ന് അതെല്ലാം വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ ഞാൻ ഇഡലി ഒന്നും ഉണ്ടാക്കിയിട്ട് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ച് പൊട്ട് കടലയൊക്കെ ഇതാക്കിയിട്ട് ഞാനപ്പം തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി. അതിൻ്റെ അകത്ത് ഇത്തിരി ഇന്ന് പച്ചമുളകല്ല ഇടുന്നത്, നല്ല മുളക് പൊടി ഇട്ടാണ് ചെയ്യുന്നത്. കറിവേപ്പില ഞാൻ ആദ്യം അറിയാതിട്ട്, പക്ഷേ കറിവേപ്പില ഒത്തിരി ഇട്ടാലേ ഒരു കുത്തൽ പോലെ വരും. ഇവർക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി കറിവേപ്പില ഇഞ്ചിയൊക്കെ ഇട്ട് ചെയ്യുന്നത് ഇഷ്ടമാണ്. ഒരു കുഞ്ഞൊരു കഷ്ണം ഇഞ്ചിയൊക്കെ. ഈ പിള്ളേർക്ക് അതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് വെച്ച് മുളക് പൊടി ഇട്ട് ഇതൊന്ന് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ചമ്മന്തി ആണെങ്കിലും രാവിലെ പോൾമോനോട് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞേ, അവൻ കഴിച്ചില്ല. അപ്പോൾ ഇവനും കഴിക്കത്തില്ല.
അപ്പോൾ ഇവന് മസാല ഇഡലി കൊടുത്ത് അവനും മസാല ഇഡലിയാണ് കൊടുത്ത് വിട്ടത്. അപ്പോൾ മസാല ഇഡലി ഉണ്ടാക്കുന്ന നേരത്തെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കുഞ്ഞു കുഞ്ഞു മസാല ഇഡലി അല്ലേ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനല്ല. ഇപ്പം ഞാൻ അത് പോളാ പറഞ്ഞത്, മമ്മി ഇങ്ങനെ പീസാക്കിയിട്ട് മുഴുവനുള്ള ഇഡലി പീസാക്കിയിട്ട് ഉണ്ടാക്കിത്താന്ന് പറഞ്ഞു. അപ്പോൾ ചമ്മന്തിയൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ കടുവൊന്നും വറുത്തില്ല, കാരണം റെയ്സമ്മോനെ എന്നും റെയ്ച്ചാനായിരുന്നു കൊണ്ടുവിടുന്നത്. റെയ്ച്ചാൻ ഇന്നലെ ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ എനിക്കങ്ങ്, കാരണം റെയ്ച്ചാൻ ഇവനെ കൊണ്ടുവിട്ടിട്ട് വന്നാൽ പിന്നെ റെയ്ച്ചാൻ കിടന്നാൽ പിന്നെ അങ്ങ് ഉറങ്ങിക്കോളും. പിന്നെ ചിലപ്പം ഉറങ്ങാതെ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ എന്തിച്ചോ, ഞാനും ഉറങ്ങിയില്ല. റെയ്ച്ചാൻ വരുന്ന വരെ ഞാനും ഉറങ്ങത്തില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ ഇരിക്കുന്നവരല്ലേ, ഇവർ വീണ്ടും ജോലിക്ക് പോകേണ്ടിയവരല്ലേ. അതുകൊണ്ട് നമുക്കൊരു മനസ്സിനൊരിത് വിഷമം തോന്നി. ഞാൻ ചിന്തിച്ച് റെയ്ച്ചാൻ കിടന്നുറങ്ങിക്കോട്ടെ. ഞാൻ പിന്നെ പെട്ടെന്ന് ഇവരുടെ ടിഫിനെല്ലാം എടുത്ത് പോൾമോൻ്റെ ടിഫിനും കൊണ്ട് അവന് ബോട്ടിൽ വെള്ളം എല്ലാം നിറച്ച് ഞാൻ വെക്കും രാവിലെ. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ബാക്കി കാര്യങ്ങൾ. ഇവിടെ ഞങ്ങൾക്ക് ചായ പോലും എടുക്കുന്നത്. ചായയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുമായിരിക്കും, പക്ഷേ കുടിക്കുന്നത് ഇവരുടെ എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടാണ്. നമുക്ക് ഏറ്റവും ബിസിയായിട്ട് ഇരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ രാവിലത്തെ ഇവരുടെ ഈ സ്കൂളിൽ വിടക്കവും അതെല്ലാമാണ്. അല്ലാത്തപ്പോൾ നമുക്ക് ഒത്തിരി ഫ്രീ ആയിട്ട് സാവകാശം ഇരുന്നാൽ മതി. പക്ഷേ ഈ രാവിലത്തെ ഇതൊരു വല്ലാത്ത ഇതാണ്. ഇവൻ്റെ ആണെങ്കിൽ അന്ന് ബസ് നേരത്തെ വരികയും ചെയ്ത്, പക്ഷേ അവർ കുറച്ച് നേരം അവിടെ ഇട്ടിരുന്നു ബാക്കി പിള്ളേരൊക്കെ വരാനായിട്ട്. അപ്പോൾ ഞാനിത് ഒന്ന് മസാലയൊക്കെ ഇട്ടിട്ട്, കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ല മസാല ഇച്ചിരി കുറഞ്ഞെന്നും പറഞ്ഞ് കംപ്ലയിൻറ്റ് വന്നായിരുന്നു. ഇച്ചിരി ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കട്ടെ. പിന്നെ ഞാൻ നൈറ്റി ആയിട്ടോണ്ടിരുന്നത്, ഇനിയും പിന്നെ ഡ്രസ്സ് മാറി പോകണം. അപ്പം റെയ്ച്ചാൻ ഒന്ന് എണ്ണിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ഈ ബഹളം കേട്ട് റെയ്ച്ചാൻ ഇടാമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, കിടന്നോ, ഞാൻ കൊണ്ട് വിട്ടോളാമെന്ന് പറഞ്ഞു. അപ്പം ഇനി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് താഴോട്ട്. ഈ കിളികളെ സൗണ്ടാണ്. ഈ മരത്തിലെങ്ങാണ്ടുണ്ട്. ഇവിടെ ഈ പുല്ലാഞ്ഞിയുണ്ട്, പുല്ലാഞ്ഞി പോലുള്ള മരമുണ്ട്, അതിൻ്റെ അകത്തുണ്ട്. അവിടെയുണ്ട്. ഇതിൻ്റെ അകത്ത് ചെറുതാണ്, കുറച്ചേ ഉള്ളൂ. ചെറുതല്ല, കുറച്ചേ ഉള്ളൂ. രാവിലെ അങ്ങനെ ഒത്തിരി അങ്ങ് നേരം വെളുത്തില്ല, ഇച്ചിരി ഇരുട്ട് പോലൊക്കെയാണ്. അപ്പോൾ രാവിലെ ഈ കാക്കകളുടെ സൗണ്ടും ഈ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ തന്നെ ഒരു നല്ലൊരു മനസ്സിനൊരു കുളിർമ തരുന്നതാണ്. അപ്പോൾ ഇനിയും ഡിസംബറൊക്കെ ആകുമ്പം കുറേയും കൂടെ ഈ സമയം ഇരുട്ട് പോലെ തോന്നും. അപ്പം ഞാൻ വന്നതിന് ശേഷം ഞാൻ പിന്നെ ചമ്മന്തിക്ക് കടുക് വറുത്തത്, പിന്നെ എല്ലാം എൻ്റെ കുറച്ച് നേരം ഞാൻ അകത്ത് പോയി ചായ കുടിച്ചതിന് ശേഷം പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചു, അരി തിളപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാണിക്കുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ പോൾമോൻ ഉണ്ടാക്കിയ സവാളയും കൊണ്ടുള്ള ഇവിടെ ഓണിയൻ പക്കോട എന്ന് പറയും. അത് ആൻറ്റി എനിക്ക് ഫോട്ടോ അയച്ചത് നല്ല ടേസ്റ്റായിരുന്നു. വിജി പോൾമോനോട് പറയണേ, ഇനി ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ റെസിപ്പികൾ ഇടാൻ, ഈസി ആയിട്ടുള്ള റെസിപ്പികൾ ഇടാൻ പറയണേന്ന് പറഞ്ഞു. ആൻറ്റി നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇവൻ ഈ ചെയ്തതുപോലെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. പാത്രങ്ങളെല്ലാവരും കഴിച്ച പാത്രങ്ങളെ കഴിയുള്ളൂ. പിന്നെ ബാക്കി ഇച്ചിരി പിറുങ്ങാണികളും ഈ നമ്മുടെ ഇഡലി ഉണ്ടാക്കിയതൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടേക്കുന്നേ ഉള്ളൂ. വലിയ വലിയ പാത്രങ്ങളൊക്കെ അത് കുറേശ്ശെ കഴുകിയെടുക്കുന്നത്. പിന്നെ ഈ തുണി കഴുകാനിട്ടായിരുന്നു, അതിപ്പോൾ ലാസ്റ്റായി. കുറച്ച് കഴിഞ്ഞിനി ഇത് വരിച്ചിടണം. 1 മണി ബോട്ടിൽ ഞാൻ കഴുകി ഉണങ്ങി. ഇനി ഞാൻ എൻ്റെ കബോർഡിൽ വെക്കട്ടെ. അച്ചാറിടുന്ന ഇനി ഇതിലോട്ട് ആക്കാം. അപ്പം ഇനി 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ബീഫ് അച്ചാറിടണം. മീൻ കിട്ടുവാണെങ്കിൽ മീനും ഇടണം. ഓക്കെ. ഇപ്പം രാവിലെയാണ് ഞാൻ ഈ സാമ്പാർ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തത്. അപ്പോൾ ആ ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റ് ചുമന്ന ക്യാരറ്റല്ല, നമ്മുടെ ഓറഞ്ച് ക്യാരറ്റാണ്. പക്ഷേ അത് കളർ കണ്ടില്ലേ, ചുമന്ന് കിടക്കുന്നത്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടൊന്ന് അടപ്പത്ത് വെച്ച് ആദ്യം കഷ്ണങ്ങളൊന്ന് വേവിക്കട്ടെ. ഒരു 2-3 അല്ലി വെളുത്തുള്ളി
വലുത് ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്, അതുകൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയും തുണികൾ വിരിക്കട്ടെ. എന്തോ ബിൽഡിങ്ങിൻ്റെ പണി ഇപ്പോൾ ഇത്തിരി കുറച്ച് ദിവസം കൊണ്ട് അവരെന്തോ അതിനെ ഇതൊക്കെ പരിപാടി കുറച്ച് ദിവസത്തേക്കിന് മാറ്റി വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഈ സിമെൻ്റൊക്കെ ഇട്ടിട്ട് അത് ഉണങ്ങാനൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തുണികളൊക്കെ എനിക്ക് വെളിയിൽ വിരിക്കാം. നല്ല വെയിലായതുകൊണ്ട് അങ്ങോട്ട് ഇടുന്ന ഉടനെ അങ്ങ് ഉണങ്ങും, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് 1 ടീസ്പൂൺ കടലമാവ്, 1.5 ടീസ്പൂണോളം കടലമാവ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതാണ് മൂപ്പിക്കുന്നത്. അപ്പം താല്പര്യമുള്ളൂ, ഞാൻ ഇച്ചിരി പരിപ്പ് കുറച്ചാണ് ചേർത്തത്. എന്നിട്ട് കടലമാവ് ഇച്ചിരി ചേർത്ത്, അതുകൊണ്ട് നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് പരിപാടിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ ചെയ്യാം, ഇല്ലാത്തവർ ചെയ്യണ്ട. കാരണം കറിക്കൊരു നല്ല കൊഴുപ്പ് കിട്ടും. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സാമ്പാർ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഈ ഇവന്മാർ വേന്ദ്രന്മാരെ കഷ്ണങ്ങളൊക്കെ മാറ്റി വയ്ക്കും. അതുകൊണ്ട് ഇതങ്ങ് ചോറ് വേവിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വയറ്റി ചെല്ലുമല്ലേ. അപ്പം ഞാൻ പൊടിയും കൂടി ഇതിലിട്ടിട്ട് ലാസ്റ്റ് നമ്മൾ കടുക് വറക്കുന്ന ഉടനെയാണ് ഞാൻ കായപ്പൊടി ചേർക്കുന്നത്. ഇപ്പോൾ അഥവാ സമയം നിങ്ങളുടെ ഈ കട്ടക്കായ ആണെങ്കിൽ നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോഴേ കട്ടക്കായം ചേർക്കാമേ. പണ്ടൊക്കെ ഞാൻ സാമ്പാർ വെക്കുന്നുണ്ടേ, പണ്ടെന്ന് പറഞ്ഞാൽ വർഷങ്ങളായി ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് സാമ്പാർ പൊടി ചേർക്കണം. കാരണം ആ സാമ്പാറിന് അതിൻ്റേതായ ഒരു മണം അന്നേരം കിട്ടത്തുള്ളായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് അതിൻ്റെ ടെക്നിക്ക് മനസ്സിലായി. നമ്മൾ കടുക് വറക്കുമ്പം കായപ്പൊടി ചേർക്കുമ്പം നല്ല മണമായിരിക്കും സാമ്പാറിൻ്റെ. അല്ലാതെ എനിക്ക് നേരത്തെയൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് സാമ്പാറിൻ്റെ മണം കിട്ടാത്തത് കൊണ്ട് ഞാൻ സാമ്പാർ പൊടിയായിരുന്നു ചേർക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആ കുക്കറിൻ്റെ അകത്തൊക്കെ അതൊക്കെ ഒന്ന് കഴുകി ഇപ്പം പുളിവെള്ളമാണ് ഒഴിച്ചത്. കുറച്ച് പുളി, ടൊമാറ്റോ ഞാൻ 2 എണ്ണം ചേർത്തായിരുന്നു, അതുകൊണ്ട് കുറച്ച് പുളിയേ ചേർത്തുള്ളൂ. അതൊന്ന് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് തിളയ്ക്കട്ടെ. എനിക്ക് ചൂട് സാമ്പാറും ചൂട് ചോറും ഇഷ്ടമാണ്. പിന്നെ ചപ്പാത്തി, ചൂട് സാമ്പാറും ചപ്പാത്തിയും കൂടെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒന്ന് കഴിക്കണേ. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കടുക് കൂടെ വറുത്ത് ചേർക്കട്ടെ. ഈ സമയം ഞാൻ കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്തുകൂടാ ഇത്? ഒരുത്തരോട് തുണി മടക്കാൻ പറഞ്ഞാ ദാണ്ടെ എൻ്റെ നൈറ്റ് എടുത്തിട്ടുണ്ട് നിൽക്കുന്നത്. മടക്കി പഠിക്കട്ടെ. അവൻ പറഞ്ഞു എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ അറിയാവുന്ന പോലെ ചെയ്താൽ മതിയെന്ന്. ഞാൻ ഈ സോക്സും റുമാലൊക്കെ ഇങ്ങനെ ഒരു ആങ്കർ അവിടെ ഒരു ക്ലിപ്പ് ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്, അതിലായിടുന്നത്. എടാ ഡ്രസ്സൂരിട്ട് മടക്കി ഇടക്കാ. ഞാൻ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് അപ്പോൾ ഇവിടെ കട്ടിലയിലെല്ലാം ഇങ്ങനെ തുണികൾ കിടക്കുക. അപ്പോൾ ഇവൻ്റെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ മൊബൈലും കൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ അപ്പം ചിന്തിച്ച് എന്തെങ്കിലും ഒന്ന് വെറുതെ ചെയ്യട്ടെന്ന് പറഞ്ഞ് ഇവൻ ചെയ്യത്തില്ല ശരിക്കും. എന്നാലും അറിയാം, എല്ലാവരും ചെയ്തല്ലേ പഠിക്കുന്നത്. പോൾമോൻ ഈ പ്രായത്തിൽ അവൻ ഇതൊക്കെ ചെയ്യുമായിരുന്നു. ഇവനൊരു കള്ളനാ ചില സമയത്ത് കേട്ടോ. പറയും എനിക്കറിയത്തില്ല. ഞാനിവിടെ തിരിഞ്ഞ് ഈ കട്ടിലിൻ്റെ ഇവിടോട്ട് ഇങ്ങനെ കട്ടിലിൻ്റെ മണ്ടേ കാല് വെച്ചോണ്ട് ഞാനിങ്ങനെ ഇരിക്കുക. ഇവൻ ഇങ്ങോട്ട് പോയിട്ട് കണ്ടില്ലേ, കുറച്ചു നേരം നോക്കിയാണെങ്കിൽ ഈ കണ്ണാടിക്കകത്ത് നിന്ന് ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞ് നിന്ന് സ്റ്റൈൽ കാണിക്കുക എൻ്റെ കാര്യം. അപ്പോൾ പിന്നെ ഞാൻ വൈകുന്നേരമാണ്, ഉച്ചയ്ക്ക് എല്ലാവരുടെയും കഴിഞ്ഞല്ലേ, ഇപ്പോൾ വൈകിട്ടാണ് മീൻ മസാല പുരട്ടിയതുണ്ടായിരുന്നു. പല മീനാണ്, വറ്റയുടെ 2 എണ്ണവും അല്ലാതെ അയലയുടെ അങ്ങനെ ഉള്ളത്. അപ്പോൾ ആ ബാക്കിയും കൂടെ അങ്ങ് വറക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ ഇച്ചിരി ഉണങ്ങിയ കറിവേപ്പില ഉണങ്ങിയതെന്ന് പറയാൻ ഇന്നലെ വൈകിട്ട് കൊണ്ടുവന്നതാണ്. ഞാനതെടുത്ത് വെക്കാൻ വിട്ടുപോയി. ഞാനത് മുറത്തെ ഇങ്ങനെ വെച്ചിരുന്നു. അത് ആ ഒരു ദിവസത്തിൻ്റെ ഇങ്ങനെ അങ്ങ് വല്ലാതായിപ്പോയി. ചൂടത്രയ്ക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.